ഹലോ, പാർവതിയാണേ. അപ്പോൾ ഫ്രൈഡേയിലെ കുറച്ച് വിശേഷങ്ങൾ കാണാമേ. അങ്ങനെ വൈകിട്ടായപ്പോൾ സുഹേല വിളിച്ചിട്ടുണ്ടായിരുന്നു, വാ നമുക്ക് പുറത്തോ എവിടെയെങ്കിലും ബീച്ചിലോ പാർക്കിലോ എവിടെയെങ്കിലും പോയിരുന്ന് വർത്താനം പറയാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഈ 5 ദിവസം നാട്ടിലെ പോലെയല്ല, നാട്ടിലെ വർക്ക് കൾച്ചറും ഇവിടുത്തേതും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. കാരണം ഇവിടെ നമ്മൾ രാവിലെ എഴുന്നേറ്റ് പോകണം. ഈ 5 ദിവസം നമ്മൾ ഇപ്പം ഇവിടെ ആണെങ്കിലും ഞാനും അപ്പവും മാത്രമേ പരസ്പരം കാണുന്നുള്ളൂ. നമ്മൾ അങ്ങനെ അധികം എപ്പോഴും അങ്ങ് പുറത്ത് പോകാറോ ഈ വീക്ക് ഡേയ്സിൽ അങ്ങനെ നമ്മൾ അധികം പുറത്ത് പോകാറില്ല. നമ്മൾ രണ്ടുപേരും തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് പോകാറുള്ളതേ ഉള്ളൂ. അപ്പോൾ ഈ വീക്കെൻഡ് ആകുമ്പോഴാണ് നമ്മൾ എല്ലാവരും കൂടി ഒന്ന് ഒരുമിച്ച് കാണുന്നതും. അപ്പം നമുക്കൊരു ഭയങ്കര സന്തോഷമാണ്. കാരണം നമ്മൾ ഈ 5 ദിവസത്തെ ആ ഒരു വർക്ക് പ്രഷറും കുക്കിങ്ങും അങ്ങനെ നമ്മൾ ആകെ ടയേർഡായിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ എല്ലാവരും കൂടി വീക്കെൻഡിലൊന്ന് കാണുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം വേറെ തന്നെയാണ്. അപ്പം നമ്മളൊന്ന് പുറത്ത് പോവുകയും എല്ലാവരുമായിട്ട് സംസാരിക്കുകയും ഫുഡ് കഴിക്കുകയൊക്കെ ചെയ്യും. ഇപ്പം നാട്ടിലുള്ളവർക്ക് അത് ചിലപ്പോൾ അത് മനസ്സിലാവണമെന്നില്ല. അപ്പോൾ അവർ എന്താ ഇവരൊക്കെ എപ്പോഴും വീക്കെൻഡ് ആണെങ്കിൽ എപ്പോഴും കറക്കം പോക്കാണല്ലോ, എപ്പോഴും ഫുഡ് കഴിക്കാൻ പുറത്ത് പോക്കാണല്ലോ, എന്താ ഇവർക്കൊക്കെ വീട്ടിൽ വെച്ച് കഴിച്ചൂടെ, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും. പക്ഷെ അത് ഇവിടെ വന്നു കഴിഞ്ഞ് അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു വർക്കിനോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമേ നമുക്കതിൻ്റെ ആ ഒരു ഡിഫറൻസ് മനസ്സിലാവത്തുള്ളൂ. അങ്ങനെ നമ്മൾ 974 ബീച്ചിൽ പോയിട്ട് കുറേ നേരം ഇരുന്ന് ഞങ്ങൾ കുറേ വർത്തമാനമൊക്കെ പറഞ്ഞു. അവിടുന്ന് നേരെ നമ്മൾ ഗരാഫ ലുലുവിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് വിഷു സ്പെഷ്യലായിട്ട് കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിക്കണമായിരുന്നു. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ നമ്മൾ വീക്കിലിയാണ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും വാങ്ങിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ നമ്മൾ അതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നേ. തേങ്ങയ്ക്കൊക്കെ നല്ല വില കൂടിയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ MRA പോയി ഫുഡ് കഴിച്ചു. അപ്പോൾ അത്രേ ഉള്ളേ.